ഗുഡ് മോർണിംഗ്. വെക്ടർ ആൾജിബ്രയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രദ്ധിക്കട്ടോ, നമ്മൾ നമ്പേഴ്സിൽ കാണുന്ന ചില കാര്യങ്ങൾ വെക്ടറിൽ ഉണ്ടെങ്കിൽ എങ്ങനെയെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ എക്സ് ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ എക്സ് സ്ക്വയർ കാണാറുണ്ട്. അതിന്റെ മീനിങ് എക്സ് ഇൻറ്റു എക്സ് ആണ്. എക്സ് ക്യൂബ് എന്ന് എഴുതാറുണ്ട്. അത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. എക്സ് റേസ് ടു 4 ആണെങ്കിൽ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും, അതങ്ങനെ പോകും. എക്സ് റേസ് ടു -1 ആണെങ്കിൽ അത് 1/x ആണ്. എക്സ് റേസ് ടു 1/2 ആണെങ്കിൽ അത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക്. ഇങ്ങനത്തെ എല്ലാ പവറുകളൊന്നും വെക്ടറിലില്ല. വെക്ടറിൽ ഒരൊറ്റ പവർ മാത്രമേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇഫ് എ വെക്ടർ ഈസ് എനി വെക്ടർ, പ്രത്യേകത ഒന്നുമില്ല, എനി വെക്ടർ, ദെൻ ഇങ്ങനെ കാണും എ വെക്ടറിന്റെ സ്ക്വയർ. ഇതിന്റെ മീനിങ് ഈസ് എ ഡോട്ട് എ. അപ്പൊ ഒരു വെക്ടറിന്റെ സ്ക്വയർ കണ്ടാൽ ആ വെക്ടറിന് അതിനോട് തന്നെ ഡോട്ട് ചെയ്യാം. ഒരു വെക്ടറിന് അതിനോട് തന്നെ ഡോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം അത് മോഡുലസ് ഓഫ് എന്റെ സ്ക്വയർ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട് എ ഡോട്ട് എ മോഡലിന്റെ സ്ക്വയർ. അപ്പോ എ വെക്ടറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് വന്നു കഴിഞ്ഞാൽ അത് മോഡേന്റെ സ്ക്വയർ ആണ്. അപ്പൊ പിന്നെ നമുക്ക് തോന്നുന്നു പിന്നെ എല്ലാ പവറും അങ്ങനെ മോഡേക്ക് എടുത്താൽ പോരെ. ഇത് മോഡേന്റെ സ്ക്വയർ ആയിപ്പോയതാണ് ഡെഫിനിഷൻ പ്രകാരം. അത് എ ക്യൂബ് എന്ന പവറിന് മീനിങ് ഉണ്ടാവൂല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എ ഡോട്ട് എ ഇത് വർക്കൗട്ട് ആവൂല. കാരണം ഈ എ ഡോട്ട് എ ചെയ്യുമ്പോൾ അതൊരു നമ്പർ സ്കാലാർ ആയിട്ടുണ്ടാവും, പിന്നെ ഡോട്ട് ചെയ്യാൻ പറ്റൂല. അതേപോലെ മേലോട്ടുള്ള പവറൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ വെക്ടറിൽ നമ്പറിലുള്ള എല്ലാ പവറും ഒന്നും വർക്കൗട്ട് ആവില്ല. എ സ്കോർ മാത്രമേ ഉള്ളൂ, അല്ലെ ബി സ്കോർ മാത്രമേ ഉള്ളൂ, സ്കോറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആ വെക്ടർ ഡോട്ട് ആ വെക്ടർ തന്നെയാണ്. അപ്പൊ അത് അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ ആണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സം യൂസ്ഫുൾ ഐഡന്റിറ്റീസ് ആണ്. എന്താ മാത്തമാറ്റിക്സിലെ ഐഡന്റിറ്റി പറഞ്ഞാല്? മാത്തമാറ്റിക്സിൽ ഇക്വേഷൻ ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ ശരിയാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്പറിൽ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഒരു ഇക്വേഷൻ ആണ്, നോട്ട് ആൻ ഐഡന്റിറ്റി. ഇത് ഏതോ ചില എക്സിന് ശരിയാവും, എല്ലാ നമ്പറും എക്സിന്റെ സ്ഥാനത്തിട്ട് ഇത് ശരിയാവില്ല. എന്നാൽ മാത്തമാറ്റിക്സിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ഇതൊരു ഇക്വേഷൻ ആണോ എന്ന് വെച്ചാൽ ആണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു ഐഡന്റിറ്റി കൂടിയാണ്. കാരണം ഏത് എക്സ് എടുത്താലും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എല്ലാ നമ്പർ ഇടുമ്പോഴും ശരിയാവുന്നതാണ് നമ്പറിലെ ഐഡന്റിറ്റി. അതേപോലെ വെക്ടറിലെ ഐഡന്റിറ്റി പറഞ്ഞാൽ എല്ലാ വെക്ടറിനും ശരിയാവുന്ന റിസൾട്ടുകളാണ് വെക്ടറിലെ ഐഡന്റിറ്റി. അതിൽ ഒന്നാമത്തത് എ വെക്ടർ പ്ലസ് ബി വെക്ടറിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി സ്ക്വയർ. നമ്പറിൽ എന്തെങ്കിലും എ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ 2ab എന്ന് പറഞ്ഞത് എ ഇൻറ്റു ബി, നമ്പറിലെ ഇൻറ്റു എ ഇൻറ്റു ബി. ഇവിടെ ആ എ ബി പറയുന്നോട്ട് കൃത്യമായിട്ട് പറയണം എന്താ, എ ഡോട്ട് ബി ആണ്. അപ്പൊ രണ്ടാമത്തത് എ വെക്ടർ മൈനസ് ബി വെക്ടറിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി വെക്ടറിന്റെ സ്ക്വയർ. ഓക്കെ, പ്ലസിലോട്ട് -2. തേർഡ് വൺ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ വെക്ടർ സ്ക്വയർ മൈനസ് ബി വെക്ടർ സ്ക്വയർ. ഫോർത്ത് വൺ, 3 വരുമ്പോ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അത് നമ്പറിൽ എങ്ങനെയായിരുന്നു എ പ്ലസ് ബി പ്ലസ് സി സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca. അഥവാ 2 എടുത്ത് എഴുതുമ്പോൾ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ab പ്ലസ് bc പ്ലസ് ca. അത് വെക്ടറിൽ വരുമ്പോ എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി വെക്ടർ സ്ക്വയർ, എ വെക്ടർ സ്ക്വയർ പ്ലസ് ബി വെക്ടർ സ്ക്വയർ പ്ലസ് സി വെക്ടർ സ്ക്വയർ പ്ലസ് 2 ഓൾ ഇൻറ്റു പറയുകയാണെങ്കിൽ a vector dot b vector plus b vector dot c vector
പ്ലസ് സി വെക്ടർ ഡോട്ട് എ വെക്ടർ ഓൾ ഇൻറ്റു 2. ഈ 4 റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. വെക്ടറിൽ എവിടെ നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിത് എങ്ങനെ വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചു. ഒരു വെക്ടറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ ആണ്, അഥവാ വെക്ടർ ഡോട്ട് ആ വെക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് എ വെക്ടർ പ്ലസ് ബി വെക്ടറിന്റെ സ്ക്വയർ. ഇറ്റ് ഈസ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഡോട്ട് എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് 4 ടേം ആക്കാം. എ ഡോട്ട് ആ ബ്രാക്കറ്റിൽ ആദ്യം എ പ്ലസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ലാസ്റ്റ് ടേം ബി ഡോട്ട് ബി. ഓക്കെ, എ ഡോട്ട് എ ആണ് എ സ്കോർ നമ്മൾ പറഞ്ഞു, പ്ലസ് എ ഡോട്ട് ബി ഇവിടെ നിൽക്കട്ടെ. സ്കാലാർ പ്രൊഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ ബി ഡോട്ട് എ തന്നെയാണ് എ ഡോട്ട് ബി. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി, അങ്ങനെയാണ് 2a ഡോട്ട് ബി പ്ലസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഏത് വെക്ടർ ആയാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ എന്താ മാറ്റം ഉണ്ടാവുക? സെക്കൻഡ് വൺ a minus b square is equal to a minus b dot a minus b, a minus b dot a minus b equal to a dot a minus a dot b minus b dot a minus into minus plus b dot b equal to a dot a square minus a dot b, b dot a തന്നെയാണ് a dot b, അപ്പോൾ minus a dot b plus b square equal to a square minus a dot b minus a dot b minus 2 times a dot b plus b square. അപ്പോൾ നമ്പറിലെ ഐഡന്റിറ്റിയിൽ എന്താണ് ഓർക്കേണ്ടത്? നമ്പറിൽ എ ബി എന്ന് പറഞ്ഞിടത്ത് ഇവിടെ a dot b എന്ന് പറയണം. തേർഡ് വൺ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. a plus b dot a minus b, that is equal to a dot a minus a dot b plus b dot a minus last term b dot b equal to a dot a square. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഈ മൈനസും പ്ലസും a dot b തന്നെയാണ് b dot a, അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. b dot b b square, അപ്പൊ equal to a square minus ലാസ്റ്റ് ടേം b dot b b square, ഇത് ക്യാൻസൽ ആയി പോലെ. അതേപോലെ a plus b plus c ഹോൾ സ്ക്വയർ നിങ്ങൾ കാണിക്കാൻ പറ്റും. a plus b plus c ഹോൾ സ്ക്വയർ നമ്പറിലാവുമ്പോൾ a square plus b square plus c square plus 2 into ab plus bc plus ca എന്നാണ്. ആ a b ഉള്ളിടത്ത് a dot b, bc ഉള്ളിടത്ത് b dot c, ca ഉള്ളിടത്ത് c dot, അതാണ് അവിടുത്തെ മാറ്റം. അപ്പൊ ഐഡന്റിറ്റീസ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ അത് പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള റിസൾട്ട് ആണ് നമുക്ക് വേണ്ടത്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് സെക്ഷനിലെ പ്രോബ്ലം ഡിസ്കഷനിലേക്ക് കടക്കുക. ഡിസ്കഷൻ പ്രോബ്ലംസ്. എന്റെ തിയറി പോയിന്റ്സുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, if a vector is equal to I plus 2j minus 2k, b vector is equal to 2i minus j plus 2k, find, I is question 1, projection of A on B. 2. Projection of B on A. 3. Vector projection
of A on B for vector projection of B on A. 4 സബ്ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുക. ഇതിനൊക്കെ ഫോർമുല ഉണ്ട്, അത് അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യം എയും ബിയും പേര് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പേരിടണ്ട. ചോദിച്ചിരിക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. പ്രൊജക്ഷൻ മാത്രം പറഞ്ഞാൽ അത് സ്കേലാർ പ്രൊജക്ഷൻ ആണ്. അപ്പോ അതിന്റെ ഫോർമുല ഉണ്ട്. അത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഏത് പ്രൊജക്ഷനും നമുക്ക് എ ഡോട്ട് ബിന്റെ ആവശ്യമുണ്ടാവും. ഈ 4 പ്രോബ്ലം ചെയ്യാനും എ ഡോട്ട് ബി വേണം. അപ്പൊ നമ്മൾ ആ എയും ബിയും ഒന്ന് എടുത്തേക്കുക. എ വെക്ടർ ഇസ് ഈക്വൽ ടു I plus 2j minus 2k. B vector is equal to 2i minus j plus 2k. A dot B 1 into 2 plus 2 into minus 1 plus minus 2 into 2. ഇവിടുത്തെ അതിൻ്റെ 1 ഇവിടെ 2 1 into 2 plus 2 into ഇവിടെ minus 1 plus minus 2 into 2. 2 minus 2 minus 4 that is equal to minus 4. A dot B അതാണ്. ഇനി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഫോർമുലയിലേക്ക് വരുമ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ ഫോർമുല ന്യൂമറേറ്ററിൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ഓൺ ബി ആവുമ്പോൾ ഞാൻ പറഞ്ഞത് മോഡ് ബി എന്നാ ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് പറയുന്നത് -4 ഡിവൈഡഡ് ബൈ മോഡ് ബി റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 4 -4 divided by root 9 -4/3 അവിടെ വെച്ചാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. സെക്കൻഡ് പ്രൊജക്ഷൻ ഓഫ് ബി വെക്ടർ, അതും സ്കേലാർ പ്രൊജക്ഷൻ ആണ്. ഫോർമുല ന്യൂമറേറ്ററിൽ എ ഡോട്ട് ബി തന്നെയാണ്, ഡിവൈഡഡ് ബൈ മോഡ് എ എന്ന് വരും. ഈക്വൽ എ ഡോട്ട് ബി -4 ഡിവൈഡഡ് ബൈ മോഡ് എ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ ഇത് 1 ഇത് 4 4 റൂട്ട് 9 തന്നെ വരിക. റൂട്ട് 9 ഈക്വൽ ടു 3. ആ രണ്ട് പ്രൊജക്ഷനും ഈക്വൽ ആവാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് പ്രൊജക്ഷൻ ഒരേ നമ്പറാണ് കിട്ടിയത്. ഈ രണ്ട് പ്രൊജക്ഷനും ഈക്വൽ ആവാനുള്ള കാരണം, അങ്ങനെ ആവാം, എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എ വെക്ടറിന്റെ മോഡുലസും ബി വെക്ടറിന്റെ മോഡുലസും ഒരേ നമ്പറാണ്. അപ്പൊ മോഡ് എ ഈക്വൽ ടു മോഡ് ബി ആണെങ്കിൽ രണ്ട് പ്രൊജക്ഷനും സെയിം ആയിരിക്കും. കാരണം പിന്നെന്താ, ന്യൂമറേറ്ററിൽ രണ്ടും എ ഡോട്ട് ബി ആണല്ലോ. അപ്പൊ ഇനി ഈ മോഡ് എയും മോഡ് ബിയും ഈക്വൽ ആണെങ്കിൽ പിന്നെ ആ രണ്ട് പ്രൊജക്ഷനും ഈക്വൽ ആയിരിക്കും. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയും പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എയും ഈക്വൽ ആവൽ എപ്പോഴാന്ന് ചോദിച്ചാൽ മോഡ് എ ഈക്വൽ ടു മോഡ് ബി ആവും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാല് വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. അത് ഞാൻ പറഞ്ഞത് സ്കാലാർ പ്രൊജക്ഷൻ ഇൻറ്റു ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. സ്കാലാർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡ് ബി, അതാണ് ഈ കിട്ടിയത്. അപ്പൊ എ ഓൺ ബിയിൽ കിട്ടിയ സ്കാലാർ പ്രൊജക്ഷനെ ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ അത് -4/3 ഇൻറ്റു ബി ക്യാപ്പ് ഓൺ ബി ആ. അപ്പൊ ബിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ സ്കാലാർ പ്രൊജക്ഷൻ എന്താണോ കിട്ടിയത് അത് ഇൻറ്റു ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു -4/3 ഇൻറ്റു ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി. ബിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു -4/3 ഇൻറ്റു ബിക്ക് പകരം 2i - j plus 2k. അതിന്റെ മോഡുലസ് നമുക്ക് കിട്ടിയിരുന്നത് 3 ആയിരുന്നു.
അപ്പൊ ഈ 3 into 3 9 ആവും. -4/9 into 2i minus j plus 2k. ഈ വെക്ടർ ആണ് വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഇനി വെക്ടർ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ, നാലാമത്തെ ചോദ്യം. വെക്ടർ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ, സ്കലാർ പ്രൊജക്ഷൻ ഇൻറ്റു ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. സ്കലാർ പ്രൊജക്ഷൻ രണ്ടും സെയിം ആ കിട്ടിയത്. അപ്പൊ ആ കിട്ടിയ സ്കലാർ പ്രൊജക്ഷൻ ഇൻറ്റു എന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എ ക്യാപ്, എന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു സ്കലാർ പ്രൊജക്ഷൻ -4/3 into a vector I plus 2j minus 2k മോഡ് എവറിൽ 3 തന്നെ. അപ്പൊ ഇത് -4/3, 3 into 3 9, -4/9 into I plus 2j. അപ്പൊ പ്രൊജക്ഷനും വെക്ടർ പ്രൊജക്ഷനും കാണാൻ പഠിച്ചല്ലോ. രണ്ട് വെക്ടർ വന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് കാണാം, രണ്ടാളുടെയും മോഡുലസ് കാണാം. ആ രണ്ടും കിട്ടിയാൽ ആ 4 പ്രൊജക്ഷൻസും കാണാം, വെക്ടർ പ്രൊജക്ഷൻ, സ്കലാർ പ്രൊജക്ഷൻ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്, angle between the vectors. അതില് A question I plus j and j plus k. B 2i plus j plus k and I minus j plus 2k. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. നമ്മുടെ കയ്യിൽ ഫോർമുല ഉള്ളത് കോസ് തീറ്റക്കാണ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എയും ബി ആണ് വെക്ടേഴ്സ് എങ്കിൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. അപ്പൊ എ ക്വസ്റ്റ്യൻ ചെയ്യാതെ നമുക്ക് ഐ ജെ കെ പേരിടാം, എ ബി പേരിടാം, എ വെക്ടർ പേരിടാം ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് ജെ പ്ലസ് 0k. കറക്റ്റ് ആയിട്ട് ഐ ജെ കെ എഴുതും. അങ്ങനെ വരും. ബി വെക്ടർ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് കെ. ഇറ്റ് ഈസ് 0i പ്ലസ് ജെ പ്ലസ് കെ. ഓക്കെ, ഇനി നമുക്ക് കോസ് തീറ്റക്കാണ് ഫോർമുല. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ഈക്വൽ ടു ഡോട്ട് എടുക്കുമ്പോ ഇവിടെ 1i ആണ്, ഇവിടെ 0i ആണ്. 1 into 0 പ്ലസ് ഇവിടെ 1j ആണ്, ഇവിടെ 1j ആണ്. 1 into 1 പ്ലസ് ഇവിടെ 0k, ഇവിടെ 1k. അപ്പൊ 0 into 1 ഡിവൈഡഡ് ബൈ മോഡ് എ എന്ന് പറയുമ്പോ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു മോഡ് ബി റൂട്ട് ഓഫ് 0 square plus 1 square plus 1 square equal to 0 into 1 0 plus 1 into 1 1 plus 0 into 1 0 divided by root 0 1 plus 1 plus 0 2 വരും. ഇത് 0 plus 1 plus 1 അതും 2 വരും. 1 by root 2 into root 2 2 ആണ്. അപ്പൊ cos theta 2 ആണ്, സോറി 1 by 2 ആണ്. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 by 2. ഇത് പരിചയമുള്ളതായതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇതിപ്പോ കോസ് ഇൻവേഴ്സ് 2/3 എന്നൊക്കെ ആണെങ്കിൽ അതൊന്നും കാണാൻ പോണ്ട, കോസ് ഇൻവേഴ്സിൽ വെച്ചാൽ മതി. ഇനിയിപ്പോ ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ അത് 60 ഡിഗ്രി. ഈ രണ്ട് വെക്ടറിന് എടുക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അഥവാ 5/3. ബി എ ബി എന്ന് പേരിടാം നമുക്ക്. Let a equal to 2i plus j plus k. B equal to I minus j plus 2k. Cos theta is equal to a dot b divided by mod a into mod b equal to 2 into 1 plus 1 into minus 1 plus 1 into 2 1 into 2 divided by
മോഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2 minus 1 plus 2 divided by root 4 plus 1 plus 1 root 6. ഇത് 1 plus 1 plus 4 അതും root 6. ഇത് 3 divided by root 6 into root 6 6 അതും 1 by 2 എന്നെ കിട്ടി. So cos theta 1 by 2 theta equal to cos inverse of 1 by 2 5/3 അഥവാ 60 ഡിഗ്രി. ഇനി ചില കേസിൽ ഇപ്പോൾ cos theta ചെയ്യുമ്പോൾ ഈ രണ്ട് കേസിലും പോസിറ്റീവ് നമ്പറാണ് കിട്ടിയത്, അത് ചിലപ്പോൾ നെഗറ്റീവ് നമ്പർ കിട്ടാം. അപ്പോൾ cos theta ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ cos theta is equal to -2/3 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ theta equal to cos inverse എഴുതി വെച്ചാൽ മതി. cos inverse -2/3 ഇവിടെ വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഇതിനെ cos inverse -x നെ π - cos inverse എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇവിടെ വെച്ചാലും മാർക്ക് കിട്ടും. cos inverse -x π - cos inverse x ആണ് വരിക. ഓക്കെ, അപ്പൊ ആംഗിൾ കാണുന്ന പ്രോബ്ലം IJK തന്നാൽ എളുപ്പമാണ്. എന്നാലും നിങ്ങൾക്ക് എപ്പോഴും IJK തന്നെ വെക്ടർ തരണമെന്നില്ല. വേറെ ചില കണ്ടീഷൻസ് നിബന്ധനകൾ തന്നിട്ട് നമുക്ക് ആംഗിൾ ചോദിക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തേർഡ് ചെയ്യാൻ പോകുന്നത്. ഇഫ് A plus B plus C വെക്ടർ 0 വെക്ടർ കോമ mod A equal to 3, mod B equal to 5 and mod C equal to 7. Find the angle between A and B. Angle between A and B. ഇത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ചോദിക്കാം, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ചോദിക്കാം, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി മൂന്നും ചോദിക്കാം. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ചെയ്യാൻ പറ്റും. ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനായിട്ട് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ വെക്ടേഴ്സ് എല്ലാം IJKന്റെ ടേംസിൽ തന്നിരുന്നു. അപ്പൊ നമുക്ക് നേരെ ഡോട്ട് പ്രോഡക്റ്റിലേക്ക് പോകാം, മോഡുലസ് എല്ലാം കിട്ടും, വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഇവിടെ അങ്ങനെ IJKന്റെ കോമ്പിനേഷൻ ആയിട്ട് തന്നിട്ടില്ല. മൂന്ന് പേരുടെയും മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. മോഡ് എ ഉണ്ട്, മോഡ് ബി ഉണ്ട്, മോഡ് സി ഉണ്ട്. പിന്നെ തന്നത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്. ഈ കണ്ടീഷൻ ഉണ്ട്. A plus B plus C 0 വെക്ടർ ആണ്. മൂന്നാളുടെയും മോഡുലസ് ഉണ്ട്. മോഡുലസ് മാത്രം കിട്ടിയതുകൊണ്ട് ആംഗിൾ കാണാൻ പറ്റില്ല. മോഡുലസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ A dot B കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരണം. ഇവിടെ തന്നത് എന്താ തന്നത്? A plus B plus C is equal to 0 വെക്ടർ. ഇതിൽ നിന്നും നമ്മൾ A dot B യിലേക്ക് എത്തണം. A dot B യിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞ കാര്യം ആംഗിൾ ബിറ്റ്വീൻ A and B ആണ് ചോദിച്ചത്. അത് ആംഗിൾ ബിറ്റ്വീൻ B and C ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ B dot C യിലേക്ക് എത്തണം. ആംഗിൾ ബിറ്റ്വീൻ A and C ആണ് ചോദിച്ചെങ്കിൽ A dot C യിലേക്ക് എത്തണം. അപ്പൊ A dot B യിലേക്ക് എത്തേണ്ടതുകൊണ്ട് എയും ബിയും ഇവിടെ വെച്ചിട്ട് ഞാൻ C വെക്ടർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0 - C ആവും. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോണത് സ്ക്വയർ ചെയ്യുന്നു. A plus B ഹോൾ സ്ക്വയർ ഈക്വൽ ടു -C വെക്ടർ സ്ക്വയർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നത്. A വെക്ടർ പ്ലസ് B വെക്ടർ സ്ക്വയർ എന്ന് പറയുമ്പോൾ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2 into A dot B. -C വെക്ടറിന്റെ സ്ക്വയർ തന്നെയാണ് C വെക്ടർ സ്ക്വയർ. ഇനി ഞാൻ പറഞ്ഞ ഒരു വെക്ടറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് മോഡുലസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ അത് മോഡുലസ് ഓഫ് A വെക്ടറിന്റെ സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ. ഈ A dot B ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിന് A dot B അങ്ങോട്ട് ഡെഫിനിഷൻ കൊടുക്കുന്നു. ഇനി ഇതിവിടെ വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് A dot B കിട്ടി, പിന്നെ A dot B ബൈ മോഡ് A മോഡ് B യിലേക്ക് പോകാം. അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇവിടെ ഞാനിത് cos θ ആണ് നമുക്ക് വേണ്ടത്. cos θ വേണ്ടതുകൊണ്ട് ഞാൻ ഈ A dot B കാണുന്നതിന് പകരം ഇത് അങ്ങോട്ട് കൊടുത്തു. മോഡ് A മോഡ് B cos θ അത് കൊടുക്കാൻ കാരണം മോഡ് A മോഡ് B നമുക്കറിയാം. അപ്പുറത്ത് മോഡ് സിന്റെ സ്ക്വയർ. ഇത് നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? മോഡ് A അറിയാം, മോഡ് B അറിയാം, മോഡ് സി അറിയാം. അതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ ഇതിൽ അറിയാത്തതായിട്ട് cos θ മാത്രമേ ഉണ്ടാവുള്ളൂ. മോഡ് A 3 ആണ്, അപ്പൊ ഇത് 3 സ്ക്വയർ.
മോഡ് ബി 5 ആണ്, അപ്പൊ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇത് 7, അപ്പൊ 7 സ്ക്വയർ. അപ്പൊ 9 പ്ലസ് 25 പ്ലസ് 2 ഇൻറ്റു 3 6 ഇൻറ്റു 5 30 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു 49. അപ്പൊ 9 25 ആഡ് ചെയ്ത 34 പ്ലസ് 30 ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 49. നമുക്ക് കോസ് തീറ്റ അല്ലേ വേണ്ടത്. Therefore 30 cos theta is equal to 49 minus 34. 30 cos theta is equal to 49 34 minus 15. Therefore cos theta is equal to 15 divided by 30, that is equal to 1 by 2. Therefore theta is equal to cos inverse of 1 by 2 is equal to pi by 3. ഇതിപ്പോ നിങ്ങൾ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആണ് ചോദിച്ചെങ്കിൽ ബിയും സിയും ഇവിടെ വെച്ചിട്ട് എനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇത് ബി പ്ലസ് സി ഇക്വൽ ടു മൈനസ് എ ആവും. സ്ക്വയർ ചെയ്യുമ്പോ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി വന്നുകൊടുത്ത് ബി ഡോട്ട് സി വരും. അപ്പൊ അവിടെ മോഡ് ബി മോഡ് സി കോസ് തീറ്റ വരും. അപ്പൊ ബിന്റെ സിന്റെ അടുത്തുള്ള കോസ് തീറ്റ കിട്ടും, തീറ്റന്റെ കോസ് കിട്ടും, അതിന് തീറ്റ പറഞ്ഞാൽ. എ എൻ സി ആണ് ചോദിച്ചെങ്കിൽ എയും സി ഇവിടെ നിർത്തിയിട്ട് ബിനെ അപ്പുറത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് മോഡുലസ് കൊടുക്കുമ്പോൾ കോസ് തീറ്റ വേറൊരു വാല്യൂ കിട്ടും, അതിന് തീറ്റ പറഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെ ചില കണ്ടീഷൻസും മോഡുലസും തന്നിട്ട് നമ്മളോട് ആംഗിൾ ചോദിക്കാം. ഇനി വേറൊരു പ്രോബ്ലം, നാലാമത്തത്. If mod A equal to 2, mod B equal to 3 and A dot B is equal to minus 5. Find the angle between A and B. Find the angle between A and B. ഇത് കുറച്ചുകൂടി എളുപ്പല്ലേ? ഐജെക്കൽ തന്നതിനേക്കാണ് കുറച്ചുകൂടി എളുപ്പമാണിത്. എന്താ അത്ര എളുപ്പമാണത്? മോഡ് എ ഉണ്ട്, മോഡ് ബി ഉണ്ട്, എ ഡോട്ട് ബി ഉണ്ട്. അപ്പൊ പിന്നെ കോസ് തീറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. എ ഡോട്ട് ബി മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5/6. ഈ മൈനസ് കാണിക്കുന്നത് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? കോസ് തീറ്റ മൈനസ് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ രണ്ട് വെക്ടറിന്റെ ഡയറക്ഷൻ പ്രകാരം അവരുടെ ഇടയ്ക്കുള്ള ആംഗിള് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 5/6. അത് വേണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ പ്രോപ്പർട്ടി വെച്ചിട്ട് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 5/6. എ ഡോട്ട് ബി മോഡ് ബി തന്നാൽ പിന്നെ ഇത് നേരിട്ട് കൊടുക്കാം. നേരത്തെ ക്വസ്റ്റ്യനിൽ എ ഡോട്ട് ബി അങ്ങനെ നേരിട്ട് തന്നില്ല, എ ഡോട്ട് ബി ഉണ്ടാക്കാനുള്ള മാർഗം നമ്മൾ കയ്യിൽ തന്നു. ഓക്കെ, ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുണ്ട് നമുക്ക്. ഡോട്ട് പ്രോഡക്റ്റായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡിസ്കഷൻ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.